വെബ് ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 8 ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റിയിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ഹൗ ക്യാൻ റിസോഴ്സസ് ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്? ഓണർഷിപ്പിന്റെ ബേസിസിൽ എങ്ങനെയാണ് റിസോഴ്സസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഓണർഷിപ്പിന്റെ ബേസിസിൽ റിസോഴ്സസിനെ 4 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് പേഴ്സണൽ റിസോഴ്സസ് ആണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ഓൺ ചെയ്തിട്ടുള്ള റിസോഴ്സസിനെയാണ് പേഴ്സണൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണം പറയണമെങ്കിൽ കാറ്, ഹൗസ് ഒക്കെയാണ്. പിന്നെ വരുന്നത് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആണ്. അതായത് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിന് ആക്സസിബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെയാണ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ പാർക്ക്, പ്ലേ ഗ്രൗണ്ട്സ് ഒക്കെയാണ്. പിന്നെ വരുന്ന മൂന്നാമത്തെ റിസോഴ്സസ് പറയുന്നത് നാഷണൽ റിസോഴ്സസ് ആണ്. അതായത് ഒരു നാഷന് ബിലോങ് ചെയ്തിട്ടുള്ള റിസോഴ്സസിനെയാണ് നാഷണൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ മിനറൽസ്, ഫോറസ്റ്റ്, റെയിൽവേസ് ഒക്കെയാണ്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ഇന്റർനാഷണൽ റിസോഴ്സസ്. ഇന്റർനാഷണൽ ബോഡീസ് റെഗുലേറ്റ് ചെയ്തിട്ടുള്ള റിസോഴ്സസിനെയാണ് ഇന്റർനാഷണൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഓഷ്യൻ റിസോഴ്സസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Based on ownership, resources are classified into 4 types. Personal resources are owned by individuals like a house or a car. Community resources are accessible to all members of a community like parks and playgrounds. National resources belong to the nation like minerals, forests and railways. International resources are regulated by international bodies like ocean resources beyond 200 nautical miles from the coast. Question: what is the difference between potential and developed resources? Potential resources ഉം developed resources തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പൊട്ടൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു റീജിയനിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള റിസോഴ്സസ് ആണ്. ഇത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രാജസ്ഥാനിലും ഗുജറാത്തിലുള്ള വിൻഡും സോളാർ എനർജിയും പൊട്ടൻഷ്യൽ റിസോഴ്സസ് ആണ്. പക്ഷെ ഇത് ഫുള്ളി യൂട്ടിലൈസ്ഡ് അല്ല. അതേസമയം ഡെവലപ്ഡ് റിസോഴ്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ റിസോഴ്സസിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ വിലയിരുത്തപ്പെട്ടതാണ്. അതോടൊപ്പം ഈ ഒരു റിസോഴ്സസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ടെക്നോളജിയിൽ വളരെയധികം വളർച്ചകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നിട്ടുള്ള പെട്രോളിയം. അപ്പൊ ഇതൊരു ഡെവലപ്ഡ് റിസോഴ്സസ് ആണ്. അപ്പം ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. പൊട്ടൻഷ്യൽ റിസോഴ്സസ് ആർ റിസോഴ്സസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ റീജിയൻ ബട്ട് ആർ നോട്ട് യെറ്റ് ബീങ് യൂസ്ഡ് ടു ദെയർ ഫുൾ കപ്പാസിറ്റി. For example, the wind and solar energy potential in Rajasthan and Gujarat is not fully utilized. Developed resources are those whose quantity and quality have been surveyed and for which technology exists for their use. Petroleum from the Middle East is an example of a developed resources. Question: what is an ore? Ore പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഓർ എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന റോക്ക് അല്ലെങ്കിൽ സെഡിമെന്റ് ആണ്. ഇതിനകത്ത് വാല്യുബിൾ ആയിട്ടുള്ള മിനറൽസിന്റെ ഹൈ കോൺസെൻട്രേഷൻ ആണ് അടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ മെറ്റൽസ് ഒക്കെ നമുക്ക് ഈ ഓർസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് പോലെയുള്ള ഓർസിൽ നിന്നും നമുക്ക് അയൺ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അലുമിനിയം വന്നിട്ട് ബോക്സൈറ്റ് പോലെയുള്ള ഓർസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. An ore is a naturally occurring rock or sediment that contains a high concentration of valuable minerals. Metals can be extracted from these ores profitably. For example, iron is extracted from ores like hematite and magnetite. Bauxite is the main ore from which aluminium is extracted. Question: what is sustainable development? Sustainable development പറഞ്ഞാൽ എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രസന്റ് ജനറേഷന്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ജനറേഷന്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിനെ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഈ ഒരു കൺസെപ്റ്റ് വന്നിട്ട് 1987 ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിലാണ് പോപ്പുലറൈസ് ചെയ്തത്. അപ്പൊ ഇത് എക്കണോമിക് ഗ്രോത്ത് ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ്ങും എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനുമാണ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് is development that meets the needs of the present generation.
It does so without compromising the ability of future generation to meet their own needs. This concept was popularized by the Brundtland Commission report in 1987. It emphasizes balancing economic growth, social well-being, and environmental protection. Question: What is a resource? Resource പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ റിസോഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു റിസോഴ്സ് ആവാൻ വേണ്ടിയിട്ട് അത് ടെക്നോളജിക്കലി ആക്സസിബിൾ ആയിരിക്കണം, അതോടൊപ്പം തന്നെ എക്കണോമിക്കലി ഫീസിബിൾ ആയിരിക്കണം, പിന്നെ കൾച്ചറലി ആക്സെപ്റ്റബിൾ ആയിരിക്കണം. ഇപ്പോൾ റിസോഴ്സസ് എന്ന് പറയുന്നത് നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഫ്രീ ഗിഫ്റ്റ്സ് മാത്രമല്ല, അത് ഹ്യൂമൻസിന്റെ എഫേർട്ടും സ്കില്ലും മൂലം ക്രിയേറ്റ് ചെയ്തത് കൂടിയാണ്. ഇപ്പൊ ഹ്യൂമൻസിനെ നമ്മൾ റിസോഴ്സസ് ആയിട്ട് കണക്കാക്കപ്പെടാം. ഇതിനെ ഹ്യൂമൻ റിസോഴ്സസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എ റിസോഴ്സ് ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ്. ടു ബി എ റിസോഴ്സ് ഇറ്റ് മസ്റ്റ് ബി ടെക്നോളജിക്കലി ആക്സസബിൾ, economically feasible, and culturally acceptable. Resources are not just free gifts of nature, they are also created through human effort and skill. Even humans are considered as a resource, known as human resources. Question: How are resources classified based on their origin? ഒറിജിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് റിസോഴ്സസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഒറിജിൻ്റെ അടിസ്ഥാനത്തിൽ റിസോഴ്സസിനെ രണ്ട് ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ബയോട്ടിക്കും മറ്റേത് അബയോട്ടിക്കും. അപ്പോൾ ബയോട്ടിക് റിസോഴ്സസ് പറയുന്നത് ബയോസ്ഫിയറിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന റിസോഴ്സ് ആണ്. അപ്പോൾ ഇതിന് ലൈഫ് ഉണ്ടാവും. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഹ്യൂമൻസ്, പ്ലാന്റ്സ്, അനിമൽസ് എന്നിവയൊക്കെയാണ്. ഇനി അബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുന്നത് നോൺ ലിവിങ് തിങ്സ് ആണ്. ഇനി ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റോക്സ്, മിനറൽസ്, വാട്ടർ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Based on their origin, resources are classified as biotic and abiotic. Biotic resources are obtained from the biosphere and have life such as humans, plants, and animals. Abiotic resources are composed of non-living things. Examples of abiotic resources include rocks, minerals, and water. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: What is the difference between renewable and non-renewable resources? Renewable resourcesഉം non-renewable resourcesഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് നാച്ചുറലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് ആണ്. ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോളാർ എനർജി, വിൻഡ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഈ റിസോഴ്സസ് ഒക്കെ നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേസമയം നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് പിന്നീട് ഫോം ചെയ്യണമെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ് എടുക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ കോളും പെട്രോളിയമാണ്. അപ്പോൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും കഴിയുകയില്ല. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Renewable resources are those that can be replenished or reproduced naturally over time, like solar energy and wind. They are generally considered inexhaustible and eco-friendly. Non-renewable resources are those that have a limited stock and take millions of years to form, like coal and petroleum. Once they are used up, they cannot be replaced in a human lifetime. Question: Why are humans considered a resource? എന്തുകൊണ്ടാണ് ഹ്യൂമൻസിനെ ഒരു റിസോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? എൻവിറോൺമെന്റിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസിനെ യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സ് ആക്കി ട്രാൻസ്ഫോം ചെയ്യാനുള്ള എബിലിറ്റിയും സ്കില്ലും ടെക്നോളജിയും ഒക്കെ ഹ്യൂമൻസിനുണ്ട്. അതുകൊണ്ടാണ് ഹ്യൂമൻസിനെ ഒരു റിസോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പീപ്പിളിന്റെ, ഈ ജനങ്ങളുടെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്കിൽസ് ഒക്കെ ഒരു രാജ്യത്തിന്റെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഹ്യൂമൻസ് ആർ കൺസിഡേർഡ് എ റിസോഴ്സ് because they have the ability, skill, and technology to transform materials from the environment into useful things. It is human intelligence that identifies and develops other resources. The health, education, and skills of people are part of countries' human resource development.
Question: What are community owned resources? Community owned resources പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും ആക്സസിബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻഡിവിജ്വൽ അല്ല അത് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും അത് യൂസ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പബ്ലിക് പാർക്സ്, വില്ലേജ് പോൺസ്, അതുപോലെ ശ്മശാനങ്ങൾ, പ്ലേ ഗ്രൗണ്ട്സ് എന്നിവയൊക്കെയാണ്. അപ്പം ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Community owned resources are resources that are accessible to all members of a community. No single individual owns them. Examples include public parks, playgrounds, village ponds, and burial grounds. These resources are meant for the collective good of everyone in the community. Question: What are national resources? National resources പറഞ്ഞാൽ എന്താണ്? നാഷണൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ പൊളിറ്റിക്കൽ ബൗണ്ടറിനകത്തുള്ള റിസോഴ്സസ് ആണ്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വൈൽഡ് ലൈഫ്, മിനറൽസ്, ഫോറസ്റ്റ്, ലാൻഡ് എന്നിവയൊക്കെയാണ്. അപ്പോൾ പബ്ലിക്കിന്റെ നല്ലതിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടീനെ അക്വയർ ചെയ്യാനുള്ള പവർ ഗവൺമെന്റിനുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Technically, all resources within the political boundaries of a country are national resources. This includes minerals, forest, wildlife, and land. The nation also has rights over oceanic areas up to 12 nautical miles, that is about 22.2 kilometers from the coast. The government has the power to acquire even private property for public good. Question: What is a mineral? Mineral പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ മിനറൽ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്ന സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഇതിന് കെമിക്കൽ കോമ്പോസിഷനും അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവും. മിനറൽ എന്ന് പറയുന്നത് ഓർഗാനിക് ആവാം അല്ലെങ്കിൽ ഇനോർഗാനിക് ആവാം. ഇപ്പൊ എല്ലാ മിനറൽസും ഫോം ചെയ്യുന്നത് രണ്ടിൽ കൂടുതൽ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പൊ ഒരു കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് ഈ മിനറൽസ് അത്യാവശ്യമാണ്. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A mineral is a naturally occurring substance with a definite chemical composition and physical properties. They can be organic or inorganic in origin. Most minerals are formed by the combination of two or more elements. Minerals are essential for the economic development of a country. Question: How are minerals classified? Minerals എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മിനറൽസിന്റെ കെമിക്കലും അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് മിനറൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മിനറൽസിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് മെറ്റാലിക്കും മറ്റൊന്ന് നോൺ മെറ്റാലിക് മിനറൽസ് ആയിട്ടും. മെറ്റാലിക് മിനറൽസിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഫെറസും നോൺ ഫെറസും. ഫെറസ് പറഞ്ഞാൽ അയൺ ഉള്ളത്, നോൺ ഫെറസ് പറഞ്ഞാൽ അയൺ ഇല്ലാത്തത്. അതേസമയം നോൺ മെറ്റാലിക് മിനറൽസിനകത്ത് വരുന്നത് കോള്, പെട്രോളിയം പോലെയുള്ള എനർജി മിനറൽസും പിന്നെ മൈക്ക, ലൈംസ്റ്റോൺ പോലെയുള്ള മറ്റു മിനറൽസുകളാണ്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. മിനറൽസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ്. മെറ്റാലിക് മിനറൽസ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു ഫെറസ്, ദാറ്റ് ഈസ് കണ്ടെയ്നിങ് അയൺ, ആൻഡ് നോൺ ഫെറസ്, ദാറ്റ് ഈസ് നോട്ട് കണ്ടെയ്നിങ് അയൺ. Non-metallic minerals include energy minerals like coal and petroleum, and other minerals like mica and limestone. This classification is based on their chemical and physical properties. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What are fossil fuels? Fossil fuels പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും റിമെയിൻസിൽ നിന്നും ഉണ്ടാവുന്ന നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോസിൽ ഫ്യൂവൽസ് വന്നിട്ട് കാർബൺ റിച്ച് ആയിരിക്കും. ഇത് എർത്തിന്റെ ക്രസ്റ്റിലായിരിക്കും നമുക്ക് കാണപ്പെടുന്നത്. ഇപ്പൊ മെയിൻ ടൈപ്പ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് കോൾ, പെട്രോളിയം, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ആണ്. അപ്പൊ ഈ ഫോസിൽ ഫ്യൂവൽസിൽ നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എനർജി റിലീസ് ആവും, പക്ഷെ അത് എയർ പൊല്യൂഷന് കാരണമാവും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Fossil fuels are non-renewable energy sources formed from the remains of plants and animals that lived millions of years ago.
They are rich in carbon and are found in the earth's crust. The main type of fossil fuels are coal, petroleum, and natural gas. Burning fossil fuels release energy but also cause significant air pollution. Question: Why is petroleum called black gold? എന്തുകൊണ്ടാണ് പെട്രോളിയത്തിന് ബ്ലാക്ക് ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത്? പെട്രോളിയത്തിന്റെ ഹൈ വാല്യൂം അതുപോലെ തന്നെ അതിന്റെ ഡാർക്ക് ക്രൂഡ് ഓയിൽ അപ്പിയറൻസ് കൊണ്ടാണ് പെട്രോളിയത്തിന് ബ്ലാക്ക് ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ ലോകമെമ്പാടുള്ള ട്രാൻസ്പോർട്ടേഷനും അതുപോലെ ഇൻഡസ്ട്രീസിനൊക്കെ ഈ ഒരു സോഴ്സ് ഓഫ് എനർജിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫെർട്ടിലൈസേഴ്സ്, പ്ലാസ്റ്റിക്, മെഡിസിൻ പോലെയുള്ള കുറേ വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോൾഡ് പോലെ തന്നെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് ഗ്ലോബൽ എക്കോണമിയിൽ പെട്രോളിയത്തിന് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Petroleum is called black gold because of its high value and its dark and crude oil appearance. It is a crucial source of energy that drives industries and transportation worldwide. Many valuable products like fertilizers, plastics, and medicines are derived from it. Its importance to the global economy makes it as precious as gold. Question: Give an example of a potential resource. പൊട്ടൻഷ്യൽ റിസോഴ്സസിനുള്ള എക്സാമ്പിൾ എഴുതുക. ഇപ്പൊ ഇന്ത്യയുടെ വെസ്റ്റേൺ പാർട്സ് ആയ രാജസ്ഥാനിലും അതുപോലെ ഗുജറാത്തിലും വിൻഡിന്റെയും സോളാർ എനർജിന്റെയും ഡെവലപ്മെന്റിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ അവിടെ ഇത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തക്ക വിധം ഡെവലപ്ഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് അതിനെ പൊട്ടൻഷ്യൽ റിസോഴ്സസ് ആയിട്ടോടെ കണക്കാക്കപ്പെടുന്നത്. ഇനി നമ്മൾ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു റിസോഴ്സസിനെ നമുക്ക് ഫ്യൂച്ചറിൽ മേജർ സോഴ്സസ് ഓഫ് എനർജി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The western parts of India, particularly Rajasthan and Gujarat, have enormous potential for the development of wind and solar energy. However, so far these have not been developed to their full capacity. Therefore, they are considered potential resources. With technological advancement, they can become a major source of energy in the future. Question: What is the main use of copper? കോപ്പറിന്റെ മെയിൻ യൂസ് എന്താണ്? ഇപ്പൊ കോപ്പർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിന്റെ ഒരു കണ്ടക്ടർ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി കാരണം ഇത് മെയിൻ ആയിട്ട് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക്കൽ വയേഴ്സും അതുപോലെ തന്നെ മോട്ടോഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ജനറേറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. പണ്ട് കാലങ്ങളിൽ അതായത് ഏർലി ഹ്യൂമൻസ് വന്നിട്ട് ടൂൾസും അതുപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Copper is an excellent conductor of electricity. Because of this property, it is mainly used in the electrical industry. It is used for making electrical wires, motors, transformers, and generators. Early humans also used it for making tools and decorative items. Subscribe to this channel for more videos like this. Question: What is the main use of iron ore? അയൺ ഓറിന്റെ മെയിൻ യൂസ് എന്താണ്? ഇപ്പൊ നമ്മൾ മൈൻ ചെയ്തിട്ടുള്ള 98% ഓഫ് അയൺ ഓറും സ്റ്റീല് പ്രൊഡ്യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ് ബിൽഡ് ചെയ്യാനുള്ള ക്രൂഷ്യൽ മെറ്റീരിയൽ ആണ്. അതായത് സ്റ്റീൽ നമ്മൾ കൺസ്ട്രക്ഷനിലും മെഷീനറിയിലും ഓട്ടോമൊബൈൽസിലും അതുപോലെ തന്നെ എവറിഡേ ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയണിന് വന്നിട്ട് മോഡേൺ സൊസൈറ്റിയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മെറ്റൽ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. About 98% of the iron ore mined in the world is used to produce steel. Steel is a crucial material for building a strong industrial base. It is used in construction, machinery, automobiles, and everyday items. Iron is therefore one of the most indispensable metals in modern society. Question: Name two main ores of iron. അയണിന്റെ രണ്ട് മെയിൻ ഓസ് നെയിം ചെയ്യുക. ഇപ്പൊ അയൺ വന്നിട്ട് പല ടൈപ്പ് ഓസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയൺ ഓസ് എന്ന് പറയുന്നത് ഒന്ന് ഹെമറ്റൈറ്റും രണ്ടാമത്തെ മാഗ്നറ്റൈറ്റും ആണ്. ഇപ്പൊ ഹെമറ്റൈറ്റ് വന്നിട്ട് നമുക്ക് അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ ധാരാളം കാണപ്പെടുന്ന അയൺ ഓറാണ്. അപ്പൊ ഈ ഓസ് ഒക്കെ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ഓസ്ട്രേലിയ, ബ്രസീൽ, റഷ്യ പോലെയുള്ള കൺട്രീസിലാണ്. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം.
Iron can be extracted from several types of ore. The two most important ores of iron are hematite and magnetite. Hematite is the most abundant iron ore. These ores are found in large deposits in countries like Australia, Brazil, and Russia. Question: Which is the world largest iron ore mine? ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അയൺ ഓർ മൈൻ ഏതാണ്? അപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അയൺ ഓർ മൈൻ എന്ന് പറയുന്നത് കരാജസ് മൈൻ ആണ്. ഇത് വന്നിട്ട് ബ്രസീലിലുള്ള പാര പറയുന്ന സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൈന് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബ്രസീലിയൻ കമ്പനി ആയിട്ടുള്ള വെയിലാണ്. അപ്പൊ ഈ ഒരു മൈനകത്ത് നമുക്ക് ഹൈ ക്വാളിറ്റിയിലുള്ള അയൺ ഓർസ് ആണ് കാണപ്പെടുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Carajás mine is the largest iron ore mine in the world. It is located in the state of Pará in Brazil. The mine is operated by the Brazilian company Vale. It holds vast reserves of high quality iron ore. Question: Which country is the world's leading producer of copper? ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി ഏതാണ്? അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലുള്ള ചൈൽ പറയുന്ന ഒരു കൺട്രിയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് കോപ്പർ മൈൻസ് ഉള്ള കൺട്രിയും ഇത് തന്നെയാണ്. ഇപ്പൊ ഇവിടെയുള്ള ഗ്ലോബൽ കോപ്പർ സപ്ലൈന്റെ മേജർ സോഴ്സസ് എന്ന് പറയുന്നത് ചൈലിലുള്ള എസ്കോണ്ടിയുടെയും അതുപോലെ തന്നെ കൊല്ലാഹുസൈൻ മൈൻസ് ഒക്കെയാണ്. ഇപ്പൊ ചൈൽസിന്റെ എക്കണോമിയിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് തന്നെയാണ് കോപ്പർ മൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Chile, a country in South America, is the world's leading producer of copper. The country has some of the largest copper mines in the world. The Escondida and the Collahusay mines in Chile are major source of global copper supply. Copper mining is a very important part of Chile's economy. Question: What is resource conservation? Resource conservation പറഞ്ഞാൽ എന്താണ്? Resource conservation പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസിന്റെ ഓവർ യൂസ് പ്രിവെന്റ് ചെയ്തിട്ട് അത് കെയർഫുൾ ആയിട്ടും വൈസ് ആയിട്ടും യൂസ് ചെയ്യുക എന്നതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് അവൈലബിൾ ആവത്തക്ക വിധം റിസോഴ്സസിനെ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കൺസർവേഷനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മെറ്റീരിയൽസ് റീയൂസ് ചെയ്യുക, പിന്നെ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുകയാണ്. അപ്പൊ ഇതിന് 3 Rs എന്നാണ് പറയുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസോഴ്സ് കൺസർവേഷൻ എസെൻഷ്യൽ ആണ്. അപ്പോൾ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. റിസോഴ്സ് കൺസർവേഷൻ is a careful and wise use of resources to prevent their overuse and depletion. It involves managing resources in a way that they are available for future generations. Conservation includes reducing consumption, reusing materials, and recycling waste. The 3 Rs. It is essential for achieving sustainable development. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: എനിത്തിങ് ദാറ്റ് സാറ്റിസ്ഫൈസ് ഹ്യൂമൻ നീഡ്സ് ഈസ് കോൾഡ് എ ഡാഷ്. ആൻസർ: റിസോഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റിസോഴ്സസ് ദാറ്റ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ലിവിംഗ് തിങ്സ് ആർ കോൾഡ് ഡാഷ് റിസോഴ്സസ്. ആൻസർ: ബയോട്ടിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റിസോഴ്സസ് ദാറ്റ് ആർ കമ്പോസ്ഡ് ഓഫ് നോൺ ലിവിംഗ് തിങ്സ് ആർ കോൾഡ് ഡാഷ് റിസോഴ്സസ്. ആൻസർ: അബയോട്ടിക്. Next question: resources that get exhausted with use are called dash resources. Answer: non-renewable. Next question: resources that are available in unlimited quantity like sunlight are dash resources. Answer: renewable. Next question: a public park is an example of a dash resource. Answer: community resource. Next question: minerals and forests within a country are examples of dash resources. Answer: national. Next question: rocks from which metals can be extracted profitably are called dash. Answer: ores. Next question: the main ore of aluminium is dash. Answer: bauxite. Next question: Chile is the world's leading producer of dash. Answer: copper. Next question: the largest iron ore mine in the world, the Carajás mine, is in dash. Answer: Brazil. Next question: coal and petroleum are examples of dash. Answer: fossil fuels. Next question: petroleum is also known by the name dash.
Answer, black gold. Next question. The use of sun's energy is called dash energy. Answer, solar. Next question. Heat from the Earth's interior is called dash energy. Answer, geothermal energy. Next question. The development that meets present needs without harming the future is called dash development. Answer, sustainable development. Next question. The Brundtland Commission report popularized the concept of dash. Answer, sustainable development. Next question. The 1992 Earth Summit was held in dash. Answer, Rio de Janeiro. Next question. The action plan for sustainable development adopted at the Earth Summit is known as dash. Answer, Agenda 21. Last question. The first airport in the world to be fully powered by solar energy is in dash. Answer, Cochin. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.